മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയും ആനന്ദവും സാഗർ ഒരു പക്ഷേ ഇപ്പോൾ നല്ലവനായിട്ടുണ്ടാകുമെന്നും മഞ്ജുവിനോട് അവനുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും കണ്ണൻ അതൊട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് മഹിയും കണ്ണനോട് പറയുന്നുണ്ട്, മേഘനെ പോലെ മറ്റൊരാൾ അങ്ങനെ എനിക്ക് സാഗറിനെ കാണാൻ പറ്റൂ. കാരണം അയാളിൽ നിന്നും നമുക്കുണ്ടായ അനുഭവം അതാണല്ലോ കണ്ണേട്ട. ഇനി മഞ്ജുവിന് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ കൂടി അവൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ കണ്ണേട്ടൻ ചെയ്തു കൊടുക്കണം. പക്ഷെ അതിൽ നിന്നും ഒരു പങ്ക് പറ്റാനായിട്ട് ഒരിക്കലും സാഗറിനെ അനുവദിക്കരുത് എന്നെല്ലാം മഹി കണ്ണനോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനും മേഘനുമായിട്ട് സംസാരിക്കുന്നതാണ്. ലക്ഷ്മിയെയും കണ്ണനെയും വേർപെടുത്താൻ വേണ്ടിയിട്ട് നീ അവരുടെ ഇടയിലേക്ക് വില കൊടുത്ത് അയച്ച അവൻ തന്നെ നിൻ്റെ പെണ്ണിനെയും കൊണ്ടുപോയി. ഇതവൻ കണ്ണൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി തന്നെ കളിച്ച കളിയായിരിക്കും എന്ന് പറയുമ്പോൾ അവൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണെന്നും കുടുംബം കലക്കി എന്നാണ് അവൻ്റെ ഇരട്ട പേര്. പെണ്ണുങ്ങളെ വളയ്ക്കാനൊക്കെ അവനൊരു പ്രത്യേക കഴിവാണെന്ന് പറയുമ്പോൾ എന്നിട്ട് ലക്ഷ്മിയെയും കണ്ണൻ്റെയും ജീവിതം കലക്കാനായിട്ട് അവന് പറ്റിയില്ലല്ലോ. നിൻ്റെ കുടുംബം കലങ്ങുകയും ചെയ്തു. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും മേഘ, സാഗറിനെതിരെ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക. സാഗറിനോടൊപ്പം അവൾ പോയെങ്കിലും നിയമപ്രകാരം അവൾ ഇപ്പോഴും നിൻ്റെ ഭാര്യയാണല്ലോ. അങ്ങനെ സാഗറിൻ്റെ പോലീസ് കൊണ്ടുപോയാൽ പിന്നെ മഞ്ജു നിൻ്റെ കൂടെ വരൂ എന്ന് പറയുമ്പോൾ അമ്മ പലതവണ പറഞ്ഞതാണ് അവളുടെ പോക്ക് ശരിയല്ലെന്ന്. പക്ഷേ എങ്കിലും എനിക്ക് അവളിൽ ഒരു സംശയവും തോന്നില്ല. കാരണം കുട്ടിക്കാലം മുതൽ മഞ്ജു എന്നെ മാത്രമല്ലേ മനസ്സിലിട്ടുകൊണ്ട് നടന്നത്. അപ്പോൾ അവളിൽ നിന്നും ഇങ്ങനൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാലും അവൾ ഇപ്പോൾ ചെയ്തതെല്ലാം എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയും. കാരണം ഞാനും അത്ര നല്ലവനൊന്നും അല്ലല്ലോ. പിന്നെ അവളുടെ സ്വത്തുക്കൾ തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്നും മേഘൻ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മാർക്കോ തോമസ് വൈദ്യരെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ട് സാഗറിനൊരു ജോലി മേടിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ മാർക്കോ തോമസ് സാറിനോട് പറയുന്നുണ്ട്, സാറിൻ്റെ വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്ക് അറിയാവുന്ന ഒരാളുണ്ടെന്നും തുടർന്ന് സാഗറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മാർക്കോ തോമസ് സാറിനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം കണ്ണൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ദുരനുഭവം സംഭവിച്ചോ, എന്തായാലും ഇത് വല്ലാത്ത കഷ്ടമായിപ്പോയി, സാഗറിനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ എന്ന് തോമസ് സാറ് മാർക്കോയോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ സാഗർ മാർക്കോ പറഞ്ഞത് പ്രകാരം തോമസ് സാറിനെ കാണാനായിട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ വീണ്ടും സാഗർ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഞാൻ കല്യാണത്തിന് മുൻപ് മഞ്ജുവിനോട് പറഞ്ഞ വാക്കിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്ത് ജോലി ചെയ്തിട്ടായാലും മഞ്ജുവിനെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് പറയുമ്പോൾ തോമസ് സാറാണ് കണ്ണേട്ടൻ്റെ കാൽവിരലുകളുടെ ചലനശേഷി നേടിക്കൊടുത്തത്. കണ്ണേട്ടനും ഏട്ടത്തേക്കും തോമസ് സാർ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഒരിക്കൽ അദ്ദേഹം കമലേശ്വരത്ത് വന്നിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അന്ന് പക്ഷേ ഞാൻ കണ്ണേട്ടനെയും ഏട്ടത്തേക്കും എതിരായി അമ്മയുടെയും ഉണ്ണിയേട്ടൻ്റെയൊക്കെ പക്ഷത്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുമ്പോൾ മഞ്ജു ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട, എല്ലാം കഴിഞ്ഞു, ഇനി പുതിയൊരു ജീവിതമാണ് നമുക്ക് മുന്നിൽ ഉള്ളത് എന്നെല്ലാം സാഗർ പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട്. അങ്ങനെ സാഗർ മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടുകൂടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വഴിയിൽ വെച്ച് പോലീസ് ജീപ്പ് സാഗറിൻ്റെ ബൈക്കിൻ്റെ കുറുകെ കൊണ്ട് നിർത്തുന്നുണ്ട് കേട്ടോ. തുടർന്ന് SI അതിൽ നിന്നും ഇറങ്ങിയിട്ട് സാഗറിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും അയാളുടെ ഭാര്യയെ നീ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ എന്ന ആളാണ് പരാതി തന്നിരിക്കുന്നത്. അന്യൻ്റെ ഭാര്യയാണ് നീ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നീ ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി എന്നെല്ലാം SI പറയുമ്പോൾ അത് കേട്ട് ആകെ പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ സാഗരം. ഇത് മേഘനാഥൻ്റെ ഒരു കുരുക്കാണ്. സാഗറിനെയും മഞ്ജുവിനെയും വേർപെടുത്താൻ വേണ്ടിയിട്ട് അയാൾ നിയമപ്രകാരം തന്നെ നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സാഗർ പറഞ്ഞു നോക്കുന്നുണ്ട്, മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് എൻ്റെ കൂടെ വന്നത്, മേഘൻ്റെ ചതി തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അയാൾ വന്നിരിക്കുന്നത് എന്നെല്ലാം സാഗർ പറയുന്നുണ്ടെങ്കിലും SI അതൊന്നും കണക്കിലെടുക്കാതെ സാഗറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ സാഗറിനെ പോലീസുകാർ കൊണ്ടുപോയി എന്നറിയുമ്പോൾ മഞ്ജു ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഞ്ജു വേഗം തന്നെ മാർക്കോയും വിവരം അറിയിക്കുന്നു. അപ്പോൾ മാർക്കോയ്ക്കാണെങ്കിലും അത് കേട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പരിഭ്രമത്തിലാവുന്നുണ്ട്. അപ്പോൾ ലോപ്പസിനോട് ചെന്ന് കാര്യം പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇത് അവൻ്റെ പണിയാണ്, ആ മേഘനാഥൻ്റെ. അന്നേ ഞാൻ അവനോട് പറഞ്ഞതാണ് മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുതെന്ന് എന്നെല്ലാം മാർക്കോ പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും മാർക്കോ, സാഗറിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണ്ടേ എന്ന് ലോപ്പസ് ചോദിക്കുമ്പോൾ എന്ത് വേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ലോപ്പസിനോടായിട്ട് മാർക്കോ. പിന്നീട് അങ്ങനെ മഞ്ജു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ പെട്ടുപോവുകയാണ്.
ഒടുവിൽ കമലേശ്വരത്തേക്ക് തന്നെ തിരിച്ചു നിന്ന് കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും സഹായം ചോദിക്കാൻ തന്നെ മഞ്ജു തീരുമാനിച്ചുറപ്പിക്കുന്നില്ല. അങ്ങനെ മഞ്ജു അവസാന ആശ്രയം എന്നോണം സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷേ അവിടെ എത്തുന്നതും ദുർഗയാണെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിലാണ് മഞ്ജുവിനോട് പെരുമാറുന്നത്. നീ എന്ത് ധൈര്യത്തിലാണ് ഇവിടേക്ക് കയറി വന്നതെന്നും ഞങ്ങളെ സംബന്ധിച്ച് നീ മരിച്ചു കഴിഞ്ഞു, ഇനി നിന്നെ ഞങ്ങളുടെ മുന്നിൽ കണ്ടുപോകരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജുവിൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പോൾ മഞ്ജു അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. മേഘേട്ടൻ്റെ ചതി അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അയാൾ ഉപേക്ഷിച്ച് പോയതെന്നും അയാൾ നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, എനിക്ക് അയാളുടെ ചതി നേരിട്ട് മനസ്സിലായി എന്നുള്ള കാര്യങ്ങളെല്ലാം മഞ്ജു അവരോട് തുറന്ന് പറയുന്നുണ്ടെങ്കിലും ദുർഗയും ഉണ്ണിയും ഒന്നും അത് വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. നിന്നെ ഇനി ഞങ്ങളുടെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്നും ആട്ടി ഇറക്കി വിടാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ ദുർഗ. അപ്പോൾ ഈ സമയത്ത് മഞ്ജു എന്ന് വിളിച്ചുകൊണ്ട് കണ്ണൻ അവിടേക്ക് വരികയാണ്. അപ്പോൾ നീ എന്താ ഇവിടെ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മഞ്ജു കണ്ണനോട് തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം കണ്ണൻ പറയുന്നുണ്ട്, നീ മേഘനെ ഉപേക്ഷിച്ചത് നല്ല കാര്യം തന്നെയാണ്, പക്ഷേ അതിന് പകരം നീ കണ്ടെത്തിയ ആളെ എനിക്കും ഇയാൾക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. സാഗർ എന്താണെന്നുള്ള കാര്യം നിനക്ക് നല്ല അറിവുള്ളതാണല്ലോ, എന്നിട്ടും നിനക്ക് എങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത്. അതുകൊണ്ട് നിന്നെ ഇക്കാര്യത്തിൽ സഹായിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്താണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. പിന്നെ മാർക്കോ തന്നെ സാഗറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി കണ്ടെത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മാർക്കോ നേരെ മാനസയെ ചെന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോ നല്ലൊരു ആണത്തമുള്ള ആളാണെന്നും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നും ഇതിനകം തന്നെ മാനസിക്ക് മനസ്സിലായിട്ടുണ്ട്. മേഘൻ്റെ ചതിയും മാനസിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ. അപ്പോൾ എന്ത് സഹായത്തിനും കൂടെ നിൽക്കാമെന്ന് തന്നെ മാനസ വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാനസ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ മേഘൻ്റെ ചതി തെളിവ് സഹിതം SIയോട് തുറന്ന് പറയുന്നുണ്ട് മാനസ. അയാൾ തന്നെ വിവാഹം കഴിക്കാമെന്ന് മോഹിപ്പിച്ച് തൻ്റെ ജീവിതം തകർക്കുകയായിരുന്നു എന്നും അങ്ങനെ മഞ്ജുവിനും അതെല്ലാം മനസ്സിലായതിന് ശേഷമാണ് അവൾ സാഗറിനോടൊപ്പം പോയതെന്നും സാഗറും മഞ്ജുവും നിരപരാധികളാണെന്നും അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും തെളിവ് സഹിതം മാനസ എല്ലാ കാര്യങ്ങളും SIയോട് പറയുന്നുണ്ട്. അപ്പോൾ SIയും വളരെ നല്ലൊരാൾ തന്നെയാണല്ലോ. അപ്പോൾ SIക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ സ്വന്തം ഭാര്യയെ വഞ്ചിച്ച ഒരാളാണ് മേഘൻ എന്ന് SIക്ക് ബോധ്യപ്പെടുമ്പോൾ സാഗറിനെ അയാൾ മോചിപ്പിക്കുകയാണ്, ജയിൽ മോചിതനാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാഗറും മഞ്ജുവും വീണ്ടും ഒന്നിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മേഘൻ്റെ പ്ലാനുകളൊന്നും നടക്കുന്നില്ല. അയാൾ സാഗറിനെ കുരുക്കാൻ നോക്കിയിട്ട് അത് അയാൾക്ക് തന്നെ ഒരു പണിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്